ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, എല്ലാ മക്കൾക്കും കൈറ്റീശോയുടെ സവിധത്തിലേക്ക് സ്വാഗതം. POFN ധ്യാനകേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കെട്ടപ്പെട്ട ഈശോയെ കണി കണ്ടുണർന്ന് ഇന്നത്തെ ജീവിതം, ഇന്നത്തെ നമ്മുടെ അനുഭവങ്ങൾ ധന്യമാക്കാൻ എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹപൂർണ്ണമാണ് ഇന്നത്തെ ദിനം. നമുക്ക് ജീവിത പങ്കാളിയോടും മക്കളോടും മാതാപിതാക്കളോടും ബന്ധുമിത്രാദികളോടൊക്കെ ചേർന്ന് നിൽക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഈശോയ്ക്കൊരു സ്തുതിയെല്ലാം, ഒപ്പം നമ്മുടെ ജീവിത പങ്കാളികൾക്കും കൂടെ എഴുന്നേറ്റ് നിൽക്കുന്നവർക്കൊക്കെ ഒരു സ്തുതിയെല്ലാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ സ്തുതിയൊല്ലൽ ഒരു വലിയ അത്ഭുതം നമ്മളെ കുടുംബത്തിലേക്ക് കൊണ്ടുവരും. അനേക മക്കൾ വ്യാഴാഴ്ച തോറും ഇവിടെ സാക്ഷ്യപ്പെടുത്താറുണ്ട്. അതായത് ഞങ്ങൾ എന്ന് ഈ സ്തുതി ചൊല്ലകൾ ഈ പുലർകാലത്ത് ആരംഭിച്ചത് മുതൽ ഞങ്ങൾ സ്തുതി ചൊല്ലാൻ തുടങ്ങി. ഞാൻ ഈശോയ്ക്കൊരു സ്തുതി ചൊല്ലുന്നു, ഭർത്താവിന്, ഭാര്യയ്ക്ക്, മക്കൾക്ക്. ഞങ്ങളെ കുടുംബം വല്ലാണ്ടങ്ങ് മാറിയിട്ടുണ്ട്. പഴയ അസ്വസ്ഥതകളെല്ലാം വിട്ടുപോയി. ഞങ്ങൾക്കിന്ന് സ്വർഗമാണ്. ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാവുന്നു, സ്നേഹിക്കാൻ പറ്റുന്നു, ബഹുമാനിക്കാൻ പറ്റുന്നു. ഒരൊറ്റ സ്തുതി ചൊല്ലല് വലിയ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഇന്നിപ്പോൾ പുതിയതായിട്ട് വന്ന മക്കളും അതൊന്ന് ചെയ്ത് തുടങ്ങണം. നമുക്ക് സങ്കീർത്തകനോടൊപ്പം ചേർന്ന് ഇന്നത്തെ ഈ പ്രഭാതത്തെ ഓർത്ത് നമുക്ക് നന്ദി പറഞ്ഞാലോ. പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു, കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. കർത്താവേ, എല്ലാത്തിനും നന്ദി. നീയാണ് എല്ലാം തന്നത്. ശാന്തമായ ഒരു സായങ്കാലം, ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം, പ്രസരിപ്പോടെ ഉണർന്ന് കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് കടന്നു വരാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന മഹാഭാഗ്യം നിൻ്റെ ദാനമാണ് കർത്താവേ. നന്ദി, നന്ദി, നന്ദി. അതെ, ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. ദുഃഖവെള്ളി കുരിശിൻ്റെ വഴിയാണ്, അല്ലേ? ജോബിൻ്റെ പുസ്തകം 5:6 പറയുന്ന പോലെയാണ്, അല്ലേ? അഗ്നിസ്ഫുലിംഗങ്ങൾ പർവ്വത സാനുക്കളിലേക്ക് ഉയരുന്നത് പോലെ മനുഷ്യൻ സഹനത്തിലേക്ക് പിറന്ന് വീണിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു ദിനമാണ് ദുഃഖവെള്ളി, അല്ലേ? നമ്മളൊന്ന് ഓർത്ത് നോക്കാം. സഹനമില്ലാത്തവരാരുമില്ല. ചെറുതോ വലുതോ ആകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, കുടുംബപരമായിട്ടാകട്ടെ, ദാമ്പത്യപരമായിട്ടാകട്ടെ, വ്യക്തിപരമായിട്ടാകട്ടെ, എന്തെല്ലാം സഹനങ്ങളാണ് മനുഷ്യരായ നമുക്കുള്ളത്. അല്ല, സഹനത്തെക്കുറിച്ചുള്ളൊരു നല്ല നിഗമനം ഇതാണ്. അതായത് സഹനങ്ങൾ കൂടുതൽ നന്മയിലേക്കുള്ള ഇടദൂരമെന്നാണ് പറയുക. ഇടദൂരമാണ്, ചെറിയൊരു ദൂരം മാത്രമാണ് സഹനം. നമ്മളൊന്ന് ഓർത്ത് നോക്കുക. ഒരു മുളന്തണ്ട് കാട്ടിലിങ്ങനെ കിടക്കുന്നു, ഉണങ്ങിക്കിടക്കുന്നൊരു മുളന്തണ്ട്. കാറ്റേറ്റ് സുഖമായി കിടന്നുറങ്ങുമ്പോൾ അതിനൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ പെട്ടെന്ന് ഒരു ഇടയച്ചെറുക്കൻ വരുന്നു. ആ മുളന്തൻ്റെ ഇടത്ത് വീട്ടിൽ കൊണ്ടുപോയി ഒന്നിന് പുറകെ ഒന്നായിട്ട് 7 സുഷിരങ്ങൾ അല്ലെങ്കിൽ ദ്വാരങ്ങളിടുമ്പോൾ, എന്നിട്ട് അവൻ അങ്ങാടിയിൽ പോയിരുന്ന് മീട്ടാൻ തുടങ്ങുമ്പോൾ അതിനാവശ്യക്കാരേറുന്നു. വലിയ വില കൊടുത്ത് ഈ ഓടക്കുഴലിനെ സ്വന്തമാക്കാനുള്ള വലിയ തത്രപ്പാട് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? എപ്പോഴാണ് ഈ മുളന്തണ്ടിന് വില കൂടിയത്? ഈ ഈ മുളന്തണ്ടിനെടുത്ത ഒന്നിന് പിറകെ ഒന്നായിട്ട് സുഷിരങ്ങളിട്ടപ്പോഴാണ്, വേദന കൊടുത്തപ്പോഴാണ്, അല്ലേ? വെറുതെ കിടന്നപ്പോൾ കാറ്റേറ്റ് കിടന്നു, ആർക്കും ഒരു ഉപകാരം ഉണ്ടായില്ല. പക്ഷേ സുഷിരങ്ങളിടാനും വേദനകൾ സ്വീകരിക്കാനും എപ്പോൾ ഈ മുളന്തണ്ട് സന്നദ്ധമായി, ആ നിമിഷം അതിൻ്റെ വില മാറി. അത് വലിയ വിലയിൽ അങ്ങാടിയിൽ വിറ്റുപോകുന്നു. നമ്മളിങ്ങനെ ജീവിതം ഇങ്ങനെയാണ്. ഒരു പക്ഷേ നമ്മൾക്ക് ജീവിതത്തിൽ സഹനമില്ലെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ കാറ്റേറ്റ് കിടക്കുകയുള്ളൂ, അല്ലേ? ചുമ്മായിസം, ശവാസന എന്നൊക്കെ പറയുന്ന പോലെ ആർക്കും ഒരു ഉപകാരം ഉണ്ടാകില്ല. സഭയ്ക്കൊരു ഉപകാരം ഉണ്ടായില്ല, മറ്റു മനുഷ്യർക്ക് ഉപകാരം ഉണ്ടായില്ല. പക്ഷെ ദൈവം അറിഞ്ഞ് നമ്മളെ ജീവിതത്തിലേക്ക് ചില സുഷിരങ്ങളിടും, ചില സഹനങ്ങൾ തരും. പിതാവായ ദൈവം തൻ്റെ പുത്രനെ കൊടുത്തതാണ് സഹനത്തിലൂടെ കടന്നു പോകാൻ. ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. ഞാൻ സഹനങ്ങളിലൂടെ കുരിശുമെടുത്തുകൊണ്ട് പോയപ്പോൾ പിതാവായ ദൈവം എന്നെ ഉയർത്തി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തരുന്ന സഹനങ്ങളെ ക്ഷമയോടെ സ്വീകരിക്കുമ്പോൾ നമ്മൾ വിലയുള്ളവരായി മാറും, അല്ലേ? ഒരിക്കലെങ്കിലും ഒരു തലവേദന വന്നവനെ, അല്ലേ, ബ്രെയിൻ ട്യൂമറിൻ്റെ വേദന മനസ്സിലാവും. അപ്പോൾ അതായിരിക്കാം ദൈവം നമുക്ക് ചില വേദനകൾ തരുന്നത്. എന്താ വെച്ചാൽ അവരൻ്റെ വേദന തിരിച്ചറിയാനായിട്ട് ദൈവം തരുന്നൊരു അവസരമാണെന്നറിയാം. അപ്പോൾ ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച ഏതെല്ലാം മക്കൾ സഹനത്തിലായിരിക്കുന്നോ, അല്ലെ കുരിശിൻ്റെ സഹനത്തിലായിരിക്കുന്നോ, ശരീരത്തിൻ്റെ ആകാം, മനസ്സിൻ്റെ ആകാം, കുടുംബത്തിൻ്റെ ആകാം, വ്യക്തിപരമായതാകാം,
സാമ്പത്തികമാകാം, എന്തും ആയിക്കോട്ടെ, മക്കളെക്കുറിച്ചുള്ളതാകാം. ആ സഹനങ്ങളൊക്കെ എടുത്ത് ഈശോയുടെ കുരിശിനോടൊന്ന് ചേർത്ത് വെച്ചേ നമുക്കിന്ന് 3 നിയോഗങ്ങൾ സമർപ്പിക്കാം. കെട്ടപ്പെട്ട ഈശോയുടെ ഏറ്റവും വിശുദ്ധമായ നൊവേനയുടെ അപൂർവമായ ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് 3 നിയോഗം വയ്ക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ നിയോഗത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്തി നിൽക്കാം. അതുപോലെ തന്നെ മുൾക്കിരീടം കൊണ്ടുവന്നിട്ടുള്ളവർ അതെല്ലാവരും അണിയുക. കല്ലോ മണ്ണോ ഒക്കെ കരുതി വെച്ചിട്ടുള്ളവർ അതിലൊന്ന് മുട്ടുകുത്തുക. ഇന്ന് ദുഃഖവെള്ളിയാണ്. സഹനത്തിൽ നമ്മൾ സന്തോഷിക്കുകയാണ്. കുരിശെടുത്തുകൊണ്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്, അല്ലേ? സഹനം കൂടുതൽ നന്മയിലേക്കുള്ള ഇടദൂരം മാത്രമാണെന്ന് തിരിച്ചറിയുന്ന ഒരു നല്ല ദിനമാണിത്. നമുക്ക് ഒന്നാമത്തെ നിയോഗത്തിനായിട്ട് മുട്ടുകുത്താം, കൈകൾ വിരിച്ചു പിടിക്കാം. ഒന്നാമത്തെ നിയോഗം, ഇന്ന് കുരിശ് യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ മക്കളെ, അത് ജാതി മത വർഗ വർണ്ണ ഭേദമില്ലാതെ ഏത് മനുഷ്യനായിക്കോട്ടെ, സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവരും ഈശോയുടെ കെട്ടപ്പെട്ട കൈകളിലേക്കൊന്ന് വെച്ചു കൊടുക്കുക. ഏറ്റുചൊല്ലുക. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ കൂപ്പി ഈശോയെ നോക്ക്. രണ്ടാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് ദുഃഖവെള്ളി, ആഗോള കത്തോലിക്ക സഭ. അങ്ങനെ സഭയുടെ ആരംഭം മുതൽ നമ്മൾ കാണുന്നൊരു പ്രത്യേകത എന്താണ്? തൻ്റെ ജനത്തെ സഹനങ്ങളിലൂടെ പഠിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ നടത്തി അതേ ദൈവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും സഹനങ്ങളിലൂടെ മനുഷ്യരെ നയിച്ചിട്ട് നിത്യതയിലേക്ക് എടുക്കുന്ന അനുഭവമാണ്. നമുക്ക് കത്തോലിക്ക സഭയെ സമർപ്പിക്കാം. കരങ്ങൾ നീട്ടിപ്പിടി. മാർപ്പാപ്പ മുതൽ ഇന്ന് ഏറെ പ്രത്യേകിച്ച്, അല്ലേ, പ്രത്യാശയുടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഒരു കുഞ്ഞുങ്ങളടക്കം എല്ലാവരും നമുക്ക് ചേർത്ത് പിടിക്കാം. എല്ലാവർക്കും സഹനത്തിൻ്റെ അർത്ഥം മനസ്സിലാകണം. പ്രത്യേകിച്ച് സഭയ്ക്ക് സഹനങ്ങളിലൂടെയാണ് കിരീടം. അതെ, നമുക്കറിയാമല്ലോ, അല്ലേ? കുരിശില്ലാതെ കിരീടമില്ല. എല്ലാവരും ആ സഹനത്തെ ഉണരാൻ, ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റായി സ്വീകരിക്കാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ചൊല്ലാം. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ കൂപ്പി ഈശോ ഒരിക്കൽ കൂടി നോക്ക്. ഇന്ന് ദുഃഖവെള്ളി. നമുക്കൊക്കെ എന്തുമാത്രം കുരിശുകളാണ്, അല്ലേ? അത് എണ്ണിയാലൊടുങ്ങാത്ത കുരിശുകളാണ്, താങ്ങാൻ പറ്റാത്ത കുരിശുകളാണ്. പക്ഷേ ഒരു സത്യം നമ്മൾ തിരിച്ചറിയുക, ഒരു ശമയോനും അവന് താങ്ങാനാവാത്തൊരു ഭാരം അവൻ്റെ തോളിലേക്ക് ദൈവം വെച്ചു കൊടുക്കുകയില്ല. അതുകൊണ്ടാണ് ആ ശമയോൻ്റെ സഹനയാത്രയിൽ ഈശോ കയറി പിടിച്ചിട്ട് വീണ്ടും ആ കുരിശെടുത്ത് തൻ്റെ തോളിലേക്ക് വെച്ചു. അതേ കൈയിട്ട് ഈശോ നമ്മളോട് പറയുന്നത് എന്താണ്? നീ പുലർകാലത്ത് എഴുന്നേറ്റ് നിൻ്റെ കുടുംബത്തോട് ചേർന്ന് എൻ്റെ സഹനങ്ങളെ ധ്യാനിക്കുമ്പോൾ നിൻ്റെ ഒരു കുരിശ്, നിൻ്റെ ഒരു സഹനം ഞാൻ എടുത്തു മാറ്റും. പ്രിയമക്കളെ, നിനക്കിന്ന് ഈ പ്രഭാതത്തിൽ എന്തൊക്കെ സഹനമാണുള്ളത്, എന്ത് കുരിശാണുള്ളത്, അത് കർത്താവിന് കൊടുത്തേ. മാരകമായ രോഗമാണോ? മനസ്സിൻ്റെ സംഘർഷങ്ങളാണോ? സാമ്പത്തിക കടബാധ്യതയാണോ? ജപ്തിയാണോ? ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങളാണോ? കുടുംബത്തിൽ നരക അവസ്ഥയാണോ? ഒരു ശാപമാണോ? മക്കളെക്കുറിച്ചുള്ള വ്യാവലാതിയാണോ? അവരുടെ പഠനം, പരീക്ഷ, ഇൻ്റർവ്യൂ, ഒരു വിദേശയാത്ര, ഒരു വിവാഹം, അങ്ങനെ പലതുമാകാം. ഒരു പക്ഷേ നിനക്കൊരു ഭവനം വേണം, ഭവനം പണി തുടങ്ങി പക്ഷേ പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ നിനക്കൊരു തുണ്ട് ഭൂമി വേണം, ഇപ്പോഴും വാടക കിടക്കുകയാണ്. ഇതൊക്കെയാണോ നിൻ്റെ കുരിശ്? കർത്താവിൻ്റെ വേല ചെയ്യണം, അതിന് ഭയങ്കരമായ തടസ്സം. ആ കുരിശാണെങ്കിൽ ഒന്ന് കയ്യിൽ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ച് കരങ്ങൾ നീട്ടിയൊന്ന് ചൊല്ലിക്ക്. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യപാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഹൃദയത്തിൽ നന്ദി പറഞ്ഞ് ഈ ദുഃഖവെള്ളിയിൽ ഒരു പ്രത്യാശയുടെ കിരണം, അല്ലേ? ഏത് സഹനവും
ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. എല്ലാ സഹനവും വിട്ടുപോകും. ദൈവം സ്നേഹത്തോടെ അന്ന് ആ സഹനത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് അതിനേക്കാൾ ഉപരി ഈ ശുശ്രൂഷയിലൂടെ നിനക്കിന്ന് വലിയൊരു പ്രത്യാശ കിട്ടിയിരിക്കുന്നു. ഒരു വലിയ മാരകരോഗം നിന്നെ വിട്ടുപോയിരിക്കുന്നു. മനസ്സിൻ്റെ സമ്മർദ്ദം വിട്ടുപോയിരിക്കുന്നു. നിൻ്റെ കുടുംബത്തിൽ ഒരു സ്വർഗീയമായ അനുഭവം കടന്നു വന്നു. ഹൃദയത്തിൽ നന്ദി പറയുക. ഒപ്പം ഈശോയോട് പറയുക, ഓരോ വ്യാഴാഴ്ചയും കൽപ്പറ്റയിലെ പുത്തൂർവയൽ പിയോഫോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും കടന്നു വരും. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി 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 അനേകം മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയും അങ്ങനെ ഈശോയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ചെറുതോ വലുതോ ആകട്ടെ, കിട്ടിയ അനുഗ്രഹങ്ങൾ ഒരിക്കലും മൂടി വയ്ക്കരുത്. ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന അനേകം മക്കൾ ഈശോയെ മഹത്വപ്പെടുത്താൻ തക്കവണ്ണം നീ അത് വെളിച്ചത്ത് കൊണ്ടുവരണം. നിൻ്റെ എല്ലാ വഴികളും തുറന്നിട്ടുണ്ട്. നിൻ്റെ പ്രതിസന്ധികളെല്ലാം വിട്ടുപോയിട്ടുണ്ട്. നിനക്ക് നിൻ്റെ കുടുംബത്തിനും കടന്നു വരാൻ സാധിക്കും. എല്ലാ വ്യാഴാഴ്ചയും 9:30 ശുശ്രൂഷ ആരംഭിക്കും. ഒരുക്ക ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഗാന ശുശ്രൂഷ, ദിവ്യബലി, കൗൺസിലിംഗ്, കുമ്പസാരം, സ്നേഹവിരുന്ന്, അപൂർവമായ കൈട്ടീശോടുള്ള നൊവേന, നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന, അഭിഷേകം. എല്ലാ മക്കളെയും സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. ഒന്ന് ചേർന്ന് നിന്നേ. ഈ പുലർകാലം അനുഗ്രഹിക്കപ്പെട്ടതാണ്. നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ തൊഴിലിടങ്ങളെയും നിൻ്റെ മക്കളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും ഇപ്പോൾ എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ ധന്യതയിൽ നിന്നുകൊണ്ട് ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കാൻ പോവുകയാണ്. ചേർന്ന് നിന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും നിൻ്റെ തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.